ഇന്ന് പകൽക്കാലം ദൈവസന്നദ്ധയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഇടയാക്കിയ അവന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കിടന്നുന്ന എല്ലാവരെയും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാനായി തീരട്ടെ. നാം വായിച്ച സങ്കീർത്തനം 34-ാം സങ്കീർത്തനം അതിന്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എഴുതിയ പശ്ചാത്തലം നാം ചിന്തിച്ചു കഴിയുമ്പോൾ ശൗലിന്റെ നിരന്തരമായ പീഡകൾ വർദ്ധിക്കുവാനിടയെ തീർന്നപ്പോൾ ജീവരക്ഷയ്ക്കായിട്ട് ഫിലിസ്തീയ രാജാവായ അബീമേലെക്കിന്റെ അല്ലെങ്കിൽ ആഗീഷിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ സങ്കീർത്തനം രചിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഫിലിസ്തീയ പട്ടണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഗത്ത്. ഗോലിയാത്ത് ഇവിടുത്തുകാരനായിരുന്നു നമുക്കറിയാം. ആമേൻ. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നാം ചിന്തിക്കുകയാണെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഗീഷിന്റെ അടുക്കൽ ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം തീർന്നു. ഒരു ഭയത്തോടെ വിറയലോട് ദാവീദ് ശൗലിന്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ശൗലിന്റെ പീഡകൾ വർദ്ധിച്ചപ്പോൾ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി എവിടേക്ക് ഓടിച്ചതെന്നറിയാമോ? ആമേൻ. ആഗീഷിന്റെ, ഗത്ത് രാജാവായ ആഗീഷിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം തീർന്നു. ആമേൻ. എന്നാൽ ആഗീഷിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ആമേൻ. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഗീഷിനെ ഏറ്റവും ഭയപ്പെടുവാൻ തക്കവണ്ണം തീർന്നു. ശത്രുവിന്റെ പാളയത്തിലെത്തിയ ദാവീദ്, ആമേൻ, അവിടെ മുമ്പാകെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവർ പറയുന്നുണ്ട്, ആ ദേശക്കാർ പറയുന്നുണ്ട്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന്. അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം പാടിയത് ഇവനെ കുറിച്ചല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശത്രു രാജ്യമായ ഫിലിസ്തീയർ ഹല്ലേലൂയ ഇവനെ കുറിച്ച് പറയുവാനിടയെ തീർന്നപ്പോൾ ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഗീഷിനെ ഭയപ്പെട്ടെന്ന കാണുന്നത്. അവരുടെ മുമ്പാകെ തന്റെ സ്വഭാവങ്ങളെ, പ്രകൃതിയൊക്കെയും മാറ്റുവാൻ തക്കവണ്ണം തീർന്നു. അതാണ് 21-ന്റെ 13-ാം വാക്യം. അവരുടെ മുൻപാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിക്കുവാൻ തക്കവണ്ണം തീർന്നു. വാതിലിന്റെ കതകുകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ഇവിടെ നമുക്ക് കാണുന്നത്, ആഗീഷ് തന്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന് എന്ന് ആഗീഷ് രാജാവ് ചോദിക്കുവാൻ തീർന്നു. ദാവീദ് ചെന്നു പറ്റിയ സ്ഥലം അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അവൻ അഭിനയിക്കുവാൻ തക്കവണ്ണം തീർന്നു. ആ അഭിനയത്തിൽ താൻ വിജയിക്കുവാൻ തക്കവണ്ണം തീർന്നു. ഇവിടെ കാണുന്നത് 15-ാം വാക്യം, എന്റെ മുൻപാകെ ഭ്രാന്ത് കളിക്കുവാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എന്റെ അരമനയിലോ ഇവൻ വരേണ്ടതെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു വിടുതലിന്റെ സങ്കീർത്തനമാണ്, വിടുതൽ പ്രാപിച്ചവന്റെ സങ്കീർത്തനമാണ്. ആമേൻ. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, താൻ ചെയ്ത പ്രവൃത്തിയെ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ എത്ര ഉന്നതനാണെങ്കിലും കേവലം ബലഹീനനാണെന്ന്, ബലഹീനായ ഒരു മനുഷ്യനാണെന്ന്
ഈ സംഭവം നമ്മളെ തെളിയിക്കുകയാണ്. ഉന്നതനായ വ്യക്തിയാണ്, ആ ദേശത്തിലെ രാജാവല്ലേ എന്നൊക്കെയും ചോദിക്കുമ്പോൾ തന്നെയും കേവലം മനുഷ്യന്റെ ബലഹീനതകളെല്ലാം അവനിലും ഉണ്ടായിരുന്നുവെന്ന് അവന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാലും അവന്റെ ബലഹീന നടുവിൽ വിളിച്ച് അപേക്ഷിക്കുവാൻ ഏറ്റുന്നപ്പോൾ ദൈവത്തോട് കരയുവാൻ ഏറ്റുന്നപ്പോൾ ദൈവം അവനെ വിടുവിച്ചതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്ന, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആമേൻ. ദൈവം ദാവീദിനെ വിട്ടുവിച്ച ചില വിഷയങ്ങളെ ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. 4-ാം വാക്യത്തിൽ കാണുന്നത്, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തേത് സകല ഭയങ്ങളിൽ നിന്നും വിടുതൽ കിട്ടിയവൻ, അല്ലെങ്കിൽ പിന്നെ പറയുക സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കുവാനിടയായി തീർന്നു. 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് പകൽക്കാലം സകല ഭയത്തിൽ നിന്നും വിടുവിക്കുന്നവൻ, സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ, സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുവാൻ എത്തുന്നതിന് കാരണം, എന്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാ, എന്നെ അനർത്ഥങ്ങളിൽ സംരക്ഷിക്കുന്ന ദൈവമാ, എന്നെ പരിപാലിക്കുന്ന ദൈവമാ. ദൈവവചനം നാം പഠിക്കുമ്പോൾ മനുഷ്യനെ പലവിധ ഭയങ്ങൾ അലട്ടുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യഭയമുണ്ട്. മനുഷ്യഭയം പലരിലും അവരുടെ ജീവിതത്തിൽ വേണ്ടവണ്ണം ഉയരുവാൻ കഴിയാതെ അവരെ തളർത്തിക്കളയുന്ന അല്ലെങ്കിൽ തകർത്തു കളയുന്ന വിഷയങ്ങളൊക്കെയും കടന്നു വരുവാനടക്കം ഇടയായിത്തീരുന്നുണ്ട്. പലപ്പോഴും ധൈര്യം കണ്ടെത്തുവാൻ കഴിയാതെ, ആമേൻ, ജീവിതത്തിൽ എന്നെ കൊണ്ടൊന്നിനും സാധ്യമല്ല, എന്നെ കൊണ്ടൊന്നിനും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഭയപ്പെട്ട് പുറകോട്ട് മാറുന്ന അവസ്ഥകൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിനോട് പോലും ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ, അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹിതന. പക്ഷെ അബ്രഹാമിനോട് ദൈവം പറയുകയാ, അല്ലയ അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. എത്ര വലിയ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും ഭയമുണ്ടാകും. എന്നാൽ ദൈവം കൂടെയുള്ളവൻ പറയും, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം, സകലത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ പകൽക്കാലം വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം എന്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഭാരവുമായിട്ട്,
ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളുടെ മുമ്പിൽ അബ്രഹാം നിൽക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തുകയോ അവനെ ബലപ്പെടുത്തുകയോ മുൻപിലൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും കാണുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് അബ്രഹാമും കുടുംബവും ഒക്കെയും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുക, നീ ഭയപ്പെടേണ്ടടാ. ഞാൻ നിന്റെ പരിചയ, നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. ദൈവം പരിചയാണെങ്കിൽ ശത്രു അയക്കുന്ന ഒരസ്ത്രങ്ങളും നമ്മളെ യേശുവിനിടയായി തീരത്തില്ല. പലപ്പോഴും നാം തന്നെ പരിചയ സൃഷ്ടിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ പല അസ്ത്രങ്ങളും അമ്പുകളും ഒക്കെയും നമ്മെ തളർത്ത് അല്ലെങ്കിൽ തകർക്കുവാൻ വേണ്ടി അത് ശ്രമിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, ദൈവമേ അങ്ങന്റെ പരിചയാകണമേ, ദൈവമേ അങ്ങന്റെ പരിചയാകണമേ. ശത്രു അയക്കുന്ന സകല അസ്ത്രങ്ങളിൽ നിന്നും, ശത്രു അയക്കുന്ന സകല തീയമ്പുകളിൽ നിന്നും എന്നെ വിടുവിക്കുന്ന പരിചയായി അങ്ങനോട് കൂടെ ഇരിക്കണം എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ച ദൈവമേ, എനിക്കൊരു കഴിവുമില്ല, അങ്ങ് നടത്തിയാൽ മാത്രമേ, അങ്ങ് നിർത്തിയാൽ മാത്രമേ എനിക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ എലിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ അബ്രഹാമിനോട് അതുമാത്രം പറഞ്ഞ് അങ്ങ് വിടുകയല്ല. അതിന് അബ്രഹാം കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിനോട് സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാം കർത്താവിനോട് പറയുക, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശക്കാരനായ ഈ എലിയാസർ അത്ര എന്ന് പറയുവാൻ തക്കവണ്ണം ഇവിടെ തീരുകയാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു മുന്നോട്ട് ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന പോലെ തോന്നുന്ന നിമിഷത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിനോട് ഇടപെട്ടു. അബ്രഹാമിനോട് അബ്രഹാം ദൈവത്തോട് ഇപ്രകാരം, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നുവെന്ന് അബ്രഹാം പറയുവാൻ ചെന്നപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞത്, അല്ല, അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവ അരുളപ്പാട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളെ അബ്രഹാമിനെ ദൈവം കാണിക്കുകയോ. എന്താണെന്നറിയാമോ? നീ അബ്രഹാമിനോട് പറഞ്ഞു, നീ പുറത്തോട്ടൊന്ന് ഇറങ്ങ്. അതിന്റെ 5-ാം വാക്യത്തിൽ പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങളെ ദൈവം കാണിച്ചു കൊടുക്കാൻ പോകുക. എന്നിട്ട് അവനോട് പറയുക, നീ ആകാശത്തേക്കൊന്ന് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അബ്രഹാമിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന അസാധ്യമായ കാര്യങ്ങളാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവൻ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങളെ നോക്കുവീൻ. ഹല്ലേലൂയ. നിന്റെ സന്തതി ഈ വണ്ണമാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വാക്കിൽ അബ്രഹാം വിശ്വസിച്ചെന്ന അടുത്ത വാക്യം കാണുന്നത്. അത് അവന് നീതിയായി കണക്കിട്ടെന്ന് പറയുന്നത്.
ദൈവം സംസാരിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ആ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കത്തുള്ളൂ. ഒത്തിരി പ്രസംഗം കേട്ടോണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. ദൈവവചനം കേൾക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തോടാ ദൈവം ഇടപെടുന്നത്, എന്റെ വിഷയത്തോടാ ദൈവം ഇടപെടുന്നത് പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞത് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ആ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ മനുഷ്യ ഭയമൊക്കെയും അബ്രഹാമിന്റെ ജീവിതത്തിൽ അവനെ തകർത്തു കളയുവാൻ തക്കവണ്ണം ഇടയാക്കുമെന്ന് ദൈവം മനസ്സിലാക്കിയപ്പോഴ് അവനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. എന്നാൽ മനുഷ്യഭയം മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ദൈവഭയം കൊണ്ടുവന്ന് നോക്ക്. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് 128 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യഭയം മാറ്റിയിട്ട് ദൈവഭയം ഒന്ന് കൊണ്ടുവന്ന് ജീവിതത്തിൽ മാറ്റം വരും, ജീവിതത്തിൽ വ്യത്യാസം വരും. ഇവിടെ പറയുന്ന യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെയുള്ളവന്റെ അനുഗ്രഹങ്ങൾ താഴോട്ടുള്ള കാര്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കിട്ട് ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഹല്ലേലൂയ. അതാർക്കാ സംഭവിക്കുന്നറിയാമോ? യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ. പിന്നെ ദൈവവചനത്തിൽ പറയുന്നത് ഭയത്തെ കുറിച്ച് പറയുമ്പോൾ മരണഭയമുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആകാറും പൈതലും ഒക്കെയും കടന്നുപോയ നിമിഷങ്ങൾ, മരുഭൂമിയുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിത വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച നിമിഷങ്ങൾക്ക് നടുവിൽ യഹോവ ഒരു ദൂതനെ അയച്ച് ആകാറേ ഭയപ്പെടേണ്ട, ബാലനിരിക്കുന്ന ഇടത്ത് നിന്നുള്ള അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരമായ നീരിറവുകൾ ദൈവം പുറപ്പെടുവിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണഭയത്തെ നീക്കുന്ന ദൈവശബ്ദം. ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒന്നിലും സന്തോഷിക്കുവാൻ കഴിയത്തില്ല. ദൈവവചനത്തിൽ പുകഴുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒന്നിലും നമുക്ക് പുകഴുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം തേൻകട്ട പോലെ മധുരമുള്ളത്. ആഗ്രഹമില്ലാത്തവന് ഇത് ടേസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആഗ്രഹമുള്ളവന് മാത്രമേ ഇത് ടേസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. വീട്ടിൽ ബൈബിൾ കാണാം, അല്ല എന്നാൽ തുറക്കാത്ത അനേക ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ കഴിയും. തലയുടെ അടിയിൽ എടുത്തു വെച്ച് അല്ലെ ഭയം കിട്ടാതെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനൊക്കെ മാത്രം ഉപയോഗിക്കുന്ന അല്ലെ ബൈബിളിനെ ഉപയോഗിക്കുന്ന അനേക വ്യക്തികളുള്ളപ്പോൾ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തേൻകട്ട അത് ഏറ്റവും മാധുര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ടേസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞാൽ അതേപോലെ ഭാഗ്യപദവി വേറെ ഒന്നുമില്ല. നിന്റെ ഭയത്തിന്റെ നടുവിൽ ദൈവം നിന്നെ പുറപ്പെടുപ്പിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവവചനത്തിന്റെ ശക്തിക്ക് കഴിയും. പിന്നെ വേറൊരു ഭയം കാണുന്നത് ഭാവിയെ കുറിച്ചുള്ള ഭയമാണ്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവൻ
ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. യാക്കോബിനോട് പറയുന്ന ദൈവത്തിന്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ചിലത് ദൈവം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ എന്തിനാ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ യാക്കോബ് പറയാൻ, നീ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാ ദൈവം നമ്മൾ ഇടപെടുന്നത്. ചില വിഷയങ്ങൾ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇതെനിക്ക് വേദനയുള്ള വിഷയമാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഇപ്രകാരം പറയേണ്ടേ തീരും. അതിന്റെ 4-ാം വാക്യം, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോകും. നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്ന ദൈവമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ, നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നോട് കൂടെയുള്ളൊരു ദൈവമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അരുളപ്പാട് പറഞ്ഞിട്ട് മാറിപ്പോരുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. നീ മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെയും നിന്നോട് കൂടെ വരുന്നൊരു ദൈവം, നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവം, നിനക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവം. ഗ്ലോറി. ഹല്ലേലൂയ. ഇവിടെ പറയുക, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും. ഇത്രയും ബലപ്പെടുത്തുന്ന ഒരു വചനം. അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. എത്ര വലിയ ശത്രുക്കളെയും ചവിട്ടുവാൻ തക്കവണ്ണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞവൻ. അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് ഭാവിയെ കുറിച്ച് ഭയപ്പെടരുത്. ജീവിതത്തിലൂടെ പറയുന്നത്, ഞാൻ നിന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ പദ്ധതികൾ അതിന്റെ പുറകിലൊക്കെയും, ആ വാക്കുകൾക്ക് പുറകിലൊക്കെയും ചിലപ്പോ നമുക്ക് തോന്നും, ഹല്ലേലൂയ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത ചില ദൈവീയ അരുളപ്പാടുകളാണല്ലോ ഞാൻ കേൾക്കുന്നതെന്ന് നാം ചിന്തിക്കുവാനേ തീരുമെങ്കിലും ആ ദൈവിക അരുളപ്പാടിന് പിറകിൽ ദൈവത്തിന് വൻ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ അരുളപ്പാടിന് പിറകിൽ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നാളെ എന്തായിത്തീരും, എന്റെ ഭാവി എന്തായിത്തീരും, എന്റെ മക്കൾ എന്തായിത്തീരുമെന്നൊന്ന് ഓർത്ത് ഭാരപ്പെടരുത്. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നീങ്ങുവാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും ലജ്ജിക്കുവാൻ ഏറ്റിരുകയില്ല, ഒരിക്കലും നാണിക്കുവാൻ ഇടയേറ്റിരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റിരും, മാനിക്കപ്പെടുവാൻ ഏറ്റിരും. പിന്നീട് നാം നോക്കുമ്പോൾ ആപത്തുകളെ കുറിച്ചുള്ള ഭയങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്നൊക്കെയും പുറപ്പെട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞു. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മുമ്പിൽ ചെങ്കടൽ, ഇരു സൈഡിലും ഉയർന്നു നിൽക്കുന്ന വൻ മലകൾ, പുറകിൽ ഫറവോന്റെ സൈന്യം. ഇത് കാണിക്കുന്നത് 4 ഭാഗത്തു നിന്നും ശത്രുക്കളാൽ അല്ലെങ്കിൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ജനത്തെയാണ്. ഒരിക്കലും മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇടത്തോട്ടും വലത്തോട്ടും തിരിയുവാൻ കഴിയത്തില്ല, പുറമോട്ട് പോകുവാൻ കഴിയാതെ കിടന്ന് കറങ്ങുന്ന അവസ്ഥ. പലപ്പോഴും പല കുടുംബത്തിന്റെ അവസ്ഥയ്ക്കകത്തും മുന്നോട്ട് പോകാനും ഇടത്തോട്ടും വലത്തോട്ട് തിരിയുവാനും പുറകോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥകളിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുവാനായി തീർന്നു. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, 2 സൈഡിലും ഉയർന്നു നിൽക്കുന്ന മലകൾ, എങ്ങോട്ടും തിരിയുവാൻ വഴിയില്ല. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം അവരുടെ നടുവിൽ മുഴങ്ങുകയാ.
പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ വലിയ ചെങ്കടലിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം തുറന്ന് അക്കരെ അവരെ എത്തിക്കുവേണ്ടി എത്തുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്ക് നടുവിൽ നിന്ന് ദൈവം നിന്നെ അപ്പുറത്ത് കൊണ്ടുവരത്തക്കമുള്ള അത്ഭുത പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനൊരു സ്തോത്രം കരയേറ്റു വേണ്ടി എത്തിരുന്നാട്ട്. ഹല്ലേലൂയ. അവിടെ കാണുന്നത് മുമ്പിൽ വഴിയെ തുറക്കുക മാത്രമല്ല, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളെ കൊള്ള പങ്കിടും, നിങ്ങളെ നശിപ്പിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന മിസ്രൈമിലെ ശക്തി കണ്ടല്ലോ, ഇനിയും നിങ്ങൾ അവരെ കാണത്തില്ല. ഇത് പകൽക്കാലം അവരെ ധൈര്യപ്പെടുത്തുന്ന, അവരെ ബലപ്പെടുത്തുന്ന, അവരെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം മോശയിലൂടെ ദൈവത്തോട് അരുളി ചെയ്യുക. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേൻ. അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്ങളൊക്കെ കടന്നു വരുന്നത് പലപ്പോഴും സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നവരുണ്ട്. മിക്കവാറും ആൾക്കാർ കൂടുതലും വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയത്തോട് രാവിലെ എഴുന്നേൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥമാക്കുന്ന ജീവിത രീതികളാണ് പിന്നെ അവരുടെ ജീവിതത്തിൽ. കാരണം ഈ സ്വപ്നത്തിന്റെ വിഷയങ്ങളൊക്കെ അവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതെനിക്ക് ഭവിക്കുമോ, ഇത് സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്ന മനുഷ്യ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കല് യോബിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ വളരെയധികം കഷ്ടതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷത്തിൽ വലിയൊരു ഗാഠനിദ്ര പോലെ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. രാത്രി ദർശനങ്ങളാൽ ചില മനോഭാവങ്ങൾ അവന്റെ ഉള്ളിൽ കടന്നു വന്നു. ചിലർക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും കാണുന്നതും ഒക്കെ ആ സ്വപ്നങ്ങളിൽ വെളിപ്പെടുവാൻ ഏറ്റിരുന്നത്. ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭയവും നടുക്കവും എന്നെ പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെട്ടല്, ഇടയ്ക്കിടയ്ക്ക് ഒരു വിറയല്, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി അല്ലിയ ഉണരുന്ന അവസ്ഥകൾ, ഇതൊക്കെയും യോബിന് പിടിക്കുവാൻ തക്കവണ്ണം. ഇത് പിടിക്കുക മാത്രമല്ല, എന്റെ അസ്ഥികളൊക്കെ കുലുങ്ങിപ്പോയി. അസ്ഥികളെ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഭയവും നടുക്കമൊക്കെയും അല്ലി വ്യാപരിക്കുവിടെ എത്തുന്നത് സ്വപ്ന നിമിത്തമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇങ്ങനെയുള്ള ഭയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആമേൻ, അതിനകത്തുനിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തന പുസ്തകം 53:5 പറയുന്ന സാങ്കല്പിക ഭയമുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഓരോ കാര്യങ്ങളെ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെയും വരുത്തി വെക്കുന്ന ഭയങ്ങളുണ്ട്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തമഗീതത്തിൽ അവിടെ പറയുന്ന രാത്രിയിലെ ഭയത്തെ കുറിച്ച് പറയുന്നുണ്ട്. രാത്രിയിൽ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അനങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ കമ്പുകൾ ആടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയമാ. ഒറ്റയ്ക്ക് നടക്കാൻ പേടി. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള രാത്രിയിലെ ഭയങ്ങൾ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പറയുവാൻ കഴിയുന്നത് ഒറ്റ കാര്യമോ,
ഹല്ലേലൂയ. 34 സങ്കീർത്തനം, നാം വായിച്ച സങ്കീർത്തനം 19 വാക്യത്തിൽ അവിടെ പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിന്റെ സകല ഭയങ്ങളും വിടുവിക്കുവാൻ ഒരുവന് കഴിയും. നാം ആരാധിക്കുന്ന ദൈവം നിന്റെ സകല ഭയങ്ങളും വിടുവിക്കുവാനേ തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ സകല ഭയങ്ങളിൽ നിന്നും വിട്ടുവയ്ക്കുന്നവൻ, സകല അനർത്ഥങ്ങളിൽ നിന്നും വിട്ടുവയ്ക്കുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവം വിടുവിച്ചിട്ട് അങ്ങ് പോകുകയല്ല. പിന്നെന്താണെന്നറിയാമോ? 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അത് ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 2 തിമോഥെയോസ് 1:7 ഇപ്രകാരം പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭയമുള്ളിലുണ്ടെങ്കിൽ ഇത് പകൽക്കാലം മനസ്സിലായിക്കണം, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ഓ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മ ശക്തി അവന്റെ ശക്തിയുള്ളവൻ, ബലമുള്ളവൻ. വിഷയങ്ങൾക്ക് നടുവിൽ എന്ത് പറയുന്നറിയാമോ? ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുവാൻ തക്കവണ്ണം ഏറ്റിരും. 118-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം പ്രകാരം പറയുന്നത്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അതുകൊണ്ടാ പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഭീരുത്വം കടന്നു വരത്തില്ല. അത് ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ്. അത് പറയുവാൻ തീരും, യഹോവ എന്റെ വശത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഹല്ലേലൂയ. ആയിരിക്കുന്ന ജോലി മണ്ഡലങ്ങൾക്കകത്ത്, ആയിരിക്കുന്ന മേഖലകൾക്കകത്ത്, ആയിരിക്കുന്ന കുടുംബത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിന്റെ മധ്യേ നീ വിളിച്ചു പറയണോ? പ്രൈസ് ദി ലോർഡ്. ഇതിനൊന്നിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, യഹോവ എന്റെ വശത്തുണ്ട്. Glory to God. Glory to God. Glory to God. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തി ഇപ്രകാരം പറയുവാനേ തീരും. 91-ാം സങ്കീർത്തനം അതിന് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 5-ാം വാക്യം മുതൽ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പിക്കുവാനില്ല. ഒന്ന് രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവ നിന്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. അടുത്ത വാക്യം വായിക്കുന്നത് 7-ാം വാക്യം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഉറപ്പോടെ ധൈര്യത്തോടെ ഇന്ന് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. നാവ് കൊണ്ടൊന്ന് സംസാരിച്ച് നോക്ക്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യൂ എന്ന് ഉറക്കി ഒന്ന് പറഞ്ഞു നോക്ക്. നടക്കുമ്പോൾ റൂമിനകത്ത് പറഞ്ഞു നോക്ക്. ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങൾക്കകത്ത്, സ്ഥാപനങ്ങൾക്കകത്ത് പറഞ്ഞു നോക്ക്. അതിന്റെ പ്രവർത്തികൾ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം തീരും. കാരണം ഈ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതോ. ഹല്ലേലൂയ. സകലത്തിനെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്തിയിരാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഓ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവൻ, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നടുവിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എത്തിയിരും. ആമേൻ. സ്തോത്രം.
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുക, 34 സങ്കീർത്തനം അതിന് 18 വരുമ്പോൾ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദാവീദ് ഈ സ്വഭാവങ്ങളൊക്കെ കാണിച്ചെങ്കിലും ദൈവസന്നിധിയിൽ അല്ല, അതിനെ ഒന്നും ദൈവം നീതീകരിക്കോ സങ്കീർത്തനക്കാരൻ നീതീകരിക്കോ ഒന്നും ചെയ്യുന്നില്ല. നന്നായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ദാവീദ് പറയുക, ഞാൻ ഹൃദയ നുറുക്കത്തോട് അടുത്ത് ചെന്നപ്പോൾ, വലിയ വിഷയങ്ങൾക്ക് നടുവിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ, എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയൊരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. യഹോവ സമീപസ്ഥനായി എന്നോട് കൂടെ ഇരുന്ന് സകലത്തിൽ നിന്നും വിടുവിച്ചൊരു ദൈവമാ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുക. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹൃദയ ദുർഗത്തോട് മനസ്സ് തകർന്നവരാ ആരെങ്കിലും ഈ ദൈവവചനത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല. ദുഷ്ടനാകുന്നവൻ ആ ഫെലിസ്ത്യ ദേശത്ത് ഇവന്റെ അസ്ഥികളൊക്കെ ഒടിച്ച് തകർത്ത് കളയാമായിരുന്നു. അവിടെ കയ്യിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് കൊണ്ട് അവൻ പറയുകയാ, എന്റെ അസ്ഥികളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, ആപത്തുകൾ വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല, ദൈവം നമ്മളെ സൂക്ഷിച്ചത് കൊണ്ട് അവയിലൊന്നും ഒടിഞ്ഞു പോകേണ്ടയായിത്തീരത്തില്ല. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഭയത്തോടെ ആരെങ്കിലും വിവിധമായ വിഷയത്തിന് നടുവിൽ ഭയത്തോടെ പാടത്തോടായിരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായവരാ നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.